يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവാത്ത, ഏകനായ സംരക്ഷകനിലേക്കുള്ള വഴി വ്യക്തമായി തിരിച്ചറിയാത്ത, പ്രകൃതമുള്ള മനസ്സുകളുടെ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഹൃദയസ്പർശമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് സൂറത്ത് സുമറിലെ നിങ്ങളിലേക്ക് എത്തിച്ചയച്ചത്. സുസ്ഥിതിയിലും ദുസ്ഥിതിയിലും, അതായത് നല്ലത് വന്നാലും ചീത്ത ഉണ്ടായാലും ഇത്തരം മാനസികാവസ്ഥ ഉള്ള ആളുകൾ വഴിതെറ്റിപ്പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നന്മ, സന്തോഷം, സുഖം, സംതൃപ്തി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് നന്ദിയോടെ അവരൊക്കെ ചെയ്യണമെന്നാണ്, അതിനൊക്കെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഓരോ അടിമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും സൗഭാഗ്യങ്ങൾ കൈവരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനുഷ്യന്മാർക്ക് ഒരു ബോധം ഉണ്ടാവാറില്ല. അതൊക്കെ നമ്മുടെ ഒരു കഴിവ് കൊണ്ടും മിടുക്കൊണ്ടുമാണ് ലഭിച്ചത് എന്ന ഒരു ധാരണയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ ദുസ്ഥിതി ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നത് നമ്മളെ ദുരിതത്തിലാഴ്ത്തി നശിപ്പിക്കാനല്ല. ദുരിതങ്ങൾ മനുഷ്യന്റെ ദുർമോഹങ്ങളെ, വ്യാജ ചിന്തകളെ, തെറ്റായ ധാരണകളെയൊക്കെ മാറ്റി അവനെ അവന്റെ നിസ്സഹായത ബോധ്യപ്പെടുത്തും. ഒരു രോഗമാണ്. ആ രോഗത്തിന് നമുക്കറിയുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സയും നടത്തി, ഏത് സൂപ്പർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അതൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും രോഗം കുറയുന്നില്ല. അതുപോലെ ഒരു പ്രശ്നമുണ്ടായി, കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി. പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ, പക്ഷേ അത് തീരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അത് തീരുന്നില്ല. അതിങ്ങനെ നിരന്തരം വലുതായി 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 പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങളായി. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ മനുഷ്യൻ ആ നിലയ്ക്ക് അഭിമുഖീകരിക്കാറുണ്ട്. ചിലപ്പോൾ കച്ചവടം ചെയ്ത് പോകും, പരാജയപ്പെടും. എന്ത് ചെയ്താലും പരാജയം, നിരന്തരമായ പരാജയം. അപ്പൊ പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ, മേൽക്കുമേൽ പ്രയാസം, ബുദ്ധിമുട്ട്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു യുക്തിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്സഹായനാണ്. അല്ലാഹു തആല സഹായിച്ചെങ്കിൽ മാത്രമേ അവന് ശക്തി ഉണ്ടാവുള്ളൂ, അവന് കഴിവുണ്ടാവുള്ളൂ. ഈ യാഥാർത്ഥ്യം എപ്പോഴും മനുഷ്യ മനസ്സിന് ഇങ്ങനെ ബോധ്യമായി നിലകൊള്ളുന്നില്ല. കാര്യം മനുഷ്യ മനസ്സിന്റെ വിവിധ വികാരങ്ങളിൽ പൊങ്ങച്ചം, അഹങ്കാരം, അതുപോലെയുള്ള തോന്നിയാസങ്ങൾ, ചില സംഗതികളൊക്കെ ഉണ്ട്. പിശാചിന് പ്രവർത്തിക്കാൻ ഒരു താവളമുള്ളത് കൊണ്ട് പലപ്പോഴും മനുഷ്യന് ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് നമ്മുടെ ഞാനെ തരക്കെടില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും മനുഷ്യനെ അല്ലാഹുവിന്റെ ആ ചട്ടക്കൂട്, നിയമത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിർത്താൻ ദുരിതങ്ങളും പ്രയാസങ്ങളും വെക്കുന്നതാണ്. ദുരിതം ദൂതറിയിക്കുന്നത് മനുഷ്യനെ യാഥാർത്ഥ്യത്തിലേക്ക് വഴി നടത്താനാണ്. പ്രവാചകന്മാരുടെ ജീവിതം ഒന്ന് കഴിച്ചു വെച്ചിരിക്കുക. ആദ്യ നബി മുതലുണ്ട്.
ആദം നബിയുടെ ജീവിതം പരിശോധിച്ചാൽ അവരാ പഴം പറിച്ചിരുന്നതിന്റെ അനന്തരഫലം ഭൂമിയിൽ ഇറക്കപ്പെടുകയും എന്നിട്ട് ഇവിടെ ഒരുപാട് കാലം കാണാതെയും അതായത് സംസാരിക്കാനാവാതെയും ഒക്കെ കഴിച്ചുകൂടിയതിനു ശേഷമാണ് ഒരുമിച്ച് കൂടുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നെ അവരുടെ മക്കളിലുണ്ടായ പ്രശ്നം, നൂഹ് നബിയുടെ കഥ എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന അനാവശ്യങ്ങളെ അതുപോലെ തന്നെ തോന്നിയാസങ്ങളെ എതിർത്ത് നേരാക്കാൻ വേണ്ടി ഏതാണ്ട് 1000-ഓളം കൊല്ലം 950 കൊല്ലം അദ്ദേഹം അധ്വാനിച്ചു. എന്നിട്ട് കുറഞ്ഞ ആളുകളെ പറ്റിയുള്ളൂ. ഇങ്ങനെ മനുഷ്യ ചരിത്രത്തിലുടനീളം നന്മയിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഴി നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും പ്രബോധന പ്രവർത്തകരും ഒക്കെ ദുരിതങ്ങളുടെ മേൽ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല സഹാബാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് നമുക്ക് അറിയുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്തി വബശിരിസ് സാബിരീൻ. പലതരത്തിലുള്ള പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ ശരീരത്തിനും ധനത്തിനും അതുപോലെ കച്ചവടങ്ങൾക്കുമൊക്കെ നഷ്ടം വരുന്ന പ്രയാസം വരുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങളെ നാം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ് എന്ന് കൃത്യമായും മനസ്സിലാക്കുകയും അത് പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം റഹ്മ. അവർക്കാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹാശംസകൾ. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വഴികണ്ട ആളുകൾ, യഥാർത്ഥത്തില് സന്മാർഗമായ ആളുകൾ, സന്മാർഗം ലഭിച്ച ആളുകൾ അവരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നിത്യജീവിതത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കും, വേദനകൾ അനുഭവിക്കും. ഈ പ്രയാസങ്ങളും വേദനകളും നമ്മളെ നശിപ്പിച്ചു കളയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതല്ല എന്നാണ് ഖുർആനിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമ്മളെ നേരെ ആക്കാൻ വേണ്ടിയാണ്. അപ്പോ ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഏത് തരത്തിലുള്ള സമീപനം വേണമെന്നും ആശ്വാസം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലുള്ള സമീപനം വേണമെന്നും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ യാഥാർത്ഥ്യം ശക്തമായും വ്യക്തമായും ബോധ്യമാവാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോനില എങ്ങനെയായിരിക്കും എന്ന് പറയാം. ഇതാ മസ്സൽ ഇൻസാന ളുർറുൻ ദഅന, മനുഷ്യന് നാം ഒരു ദുരിതം ബാധിപ്പിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒരു പ്രയാസം ഏർപ്പെടുത്തി കൊടുത്താൽ, ഇപ്പൊ പ്രയാസം തനിയെ വരില്ല, ആപത്ത് ബാധിക്കുകയില്ല, ബാധിപ്പിക്കലാണ്. അല്ലാഹു അറിയാതെ യാതൊന്നും തന്നെ അവന്റെ അടുക്കിക്കൊണ്ടാവില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോട് ജ്ഞാനത്തോടുകൂടി ഒരാളിനെ ഒരു പ്രയാസം വരികയാണ്. അപ്പൊ അത് ജനറലായിട്ട് അല്ലാഹു പറയാ, അതായത് മനുഷ്യന് ഒരു ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ വളരെ പല സ്ഥലത്തും പല കോലത്തിൽ പറഞ്ഞു അവൻ നമ്മോട് പ്രാർത്ഥിക്കും, ഇരുന്നും കിടന്നും പ്രാർത്ഥിക്കും, വിനയാനന്ദനായി പ്രാർത്ഥിക്കും. ഈ ആപത്തുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുമ്പോൾ നിസ്സഹായ അവസ്ഥ ബോധ്യമാകുമ്പോൾ സഹായത്തിടും. മനുഷ്യനൊരു സഹായി ആവശ്യമാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ അവന്റെ മനസ്സിന്റെ സൃഷ്ടിപ്പിൽ ഉത്ഭൂതമായിട്ടുള്ള ദൈവിക ചിന്തയിലേക്ക് മടങ്ങുന്നതാണ് അടിസ്ഥാന പ്രകൃതി. ഏറ്റവും ഉത്തമമായ സൃഷ്ടി. ഈ അഹ്സൻ തഖ്വീം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന ഒരു സാക്ഷി. ഇപ്പൊ മനുഷ്യ മനസ്സില് സ്വന്തത്തെ രക്ഷിക്കാൻ, യഥാർത്ഥത്തില് സ്വന്തത്തെ രക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നൊരു ബോധം അത് അടിസ്ഥാനപരമായിട്ടുണ്ട്. സ്വന്തം നിസ്സഹായത ബോധ്യമാകുമ്പോ അടിസ്ഥാന പ്രകൃതത്തിലേക്ക് മടങ്ങും. അപ്പൊ അള്ളയിലേക്ക് മടങ്ങും, റബ്ബിലേക്ക് മടങ്ങും. അപ്പൊ അത് പറയുന്നുണ്ട്, മനുഷ്യനെ എന്തെങ്കിലും ഒരു ദുരിതം ബാധിച്ചാൽ, പ്രയാസം ബാധിച്ചാൽ അവനെ ഇരുന്ന് കിടന്നു നിന്നും ഒക്കെ നമ്മോട് കാര്യമായി പ്രാർത്ഥിക്കും. പിന്നെ പിന്നെ അതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ പക്കൽ നിന്നൊരു അനുഗ്രഹം നാം അവൻ അനുഭവപ്പെടുത്തി കൊടുത്താൽ അവൻ പറയും, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ബൽ ഹിയ ഫിത്ന. അന്നേരം അവന്റെ മനോഭാവം മാറും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് അവൻ നന്മയിലേക്ക് വരുമ്പോ ഞാൻ ഒരുപാട് അധ്വാനിച്ചത് കൊണ്ടാണ്, ആ ആള് സഹായിച്ചത് കൊണ്ടാണ്, ഈ ആള് സഹായിച്ചത് കൊണ്ടാണ്, അല്ലെ എന്റെ ബുദ്ധി കൊണ്ടാണ്, എന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടാണ്, എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ പണത്തിന്റെ ഊക്കാണ്
എന്റെ സഹായികളുടെ ശക്തിയാണ്, എന്റെ സ്വാധീനത്തിന്റെ അനന്തരഫലമാണ് ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് ഞാൻ ഈ നന്മയിലേക്ക് എത്തിയത് എന്ന് പറയും. അപ്പോ ഇത് ആരുടെ പ്രകൃതമാണെന്ന് അല്ലാഹു തആല പറയും. യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് നാഥൻ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും നന്മയും തിന്മയും അല്ലാഹുവാണെന്ന് വിശ്വസിക്കുകയും ദുസ്ഥിതിയിലും സുസ്ഥിതിയിലും അല്ലാഹുവിനെ ഓർക്കുകയും സുസ്ഥിതിയിൽ നന്ദി രേഖപ്പെടുത്തുകയും ദുസ്ഥിതിയിലും ക്ഷമ പാലിക്കുകയും അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അടിയുറച്ച സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവില്ല. അല്ലാതെ സത്യവിശ്വാസം പറയുകയും അതേസമയം സത്യവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ മനസ്സിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വക മനോഭാവം ഉണ്ടാവും. നമ്മളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നന്മ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും നമ്മുടെ ഞാൻ തിരക്കടില്ല. തിന്മ ഉണ്ടാകുമ്പോൾ വല്ലാണ്ടൊരു പ്രയാസത്തിന് അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതൊരു പരീക്ഷണമാണ്. പക്ഷെ അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. ഇത് പരീക്ഷണമാണ് എന്ന് അധികം ആളുകൾ മനസ്സിലാക്കുന്നില്ല. അത് ഒരു കാലഘട്ടത്തിലെ ആളുകൾ മാത്രമല്ല ഇതിങ്ങനെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിതരായ ഖുറൈശി സമൂഹം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയാണ്, ഇവർ ഈ പറഞ്ഞതുപോലെ മുമ്പും ആളുകൾ പറഞ്ഞിരുന്നു. അതായത് നന്മ ഉണ്ടാകുമ്പോൾ അതെന്റെ കഴിവുകൊണ്ടാണ്, മിടുക്കുകൊണ്ടാണ് എന്ന ധാരണയിൽ, ചിന്താഗതിയിൽ, ജീവിത സങ്കല്പത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം നന്മ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ധാരണ മാറും, സങ്കല്പം മാറും, അവന്റെ എല്ലാ തരത്തിലുള്ള ചിന്താഗതികളും മാറ്റമുണ്ടാകും. അവൻ ഉടനെ വിചാരിക്കുന്നത് അവന്റെ കഴിവുകൊണ്ടാണ്. അതിനൊരു നല്ല ഉദാഹരണം എടുത്ത് കാണിക്കുന്നു. ചരിത്രത്തിൽ അങ്ങനെ പറഞ്ഞ് നശിച്ച് അഹങ്കാരത്തോടെ നടന്ന് തൊലഞ്ഞു പോയ ഒരു വലിയ മുതലാണ് ആറു മുതലാണ്. അദ്ദേഹത്തിന് ഒരുപാട് പൈസയും സൗകര്യങ്ങളും സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നു. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ആദ്യമൊക്കെ മൂസാ നബിയുടെ അനുയായിയായി കൂടെ നടന്ന ആളായിരുന്നു. പിൽക്കാലത്ത് അന്നത്തെ ഭരണകൂടത്തിനോട് ചേർന്ന് ഫിറഔന്റെയും ഹാമാന്റെയും കൂടെ ചേർന്ന് വലിയ ബിസിനസ്സും ഏർപ്പാട്, കൃഷിയുണ്ടായി, വലിയ വലിയ സമ്പാദ്യങ്ങളുണ്ടായി. അങ്ങനെ വലിയ മുതലാളിയായപ്പോ അവൻ നാട്ടിൽ ശല്യം ഉണ്ടാക്കാൻ തുടങ്ങി, പിത്തനുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ വലിയ ആളുകളാകുമ്പോഴാണ് പിത്തനുണ്ടാക്കണം. ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കാൻ പോലും നിവൃത്തിയില്ല, ഭക്ഷണത്തിന് അവനൊന്നും വലിയ പഴക്കമുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ അധികാരം കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശക്തി കൈവരുമ്പോഴാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള തരത്തിലുള്ള ചിന്തഗതികളൊക്കെ മനുഷ്യനുണ്ടാവുക. നമുക്കറിയാം, ഭരണാധികാരികൾ ഉപദ്രവിക്കാറുണ്ട്, നാട്ടുവമ്പന്മാർ ഉപദ്രവിക്കാറുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ മുതലാളിമാർ ഉപദ്രവിക്കാറുണ്ട്. പാവപ്പെട്ട ആളുകൾ ചില ഉപദ്രവം ചെയ്യില്ല എന്നല്ല, പക്ഷേ അവർക്ക് ഇതിനൊന്നും പലപ്പോഴും സമയമോ കഴിവോ ശക്തിയോ ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇന്ന് ആഗോള അടിസ്ഥാനത്തിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഭൂമുഖത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിവിധ തരത്തിൽ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് ജീവിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാറു മുതലാളി ഈ കുഴപ്പമുണ്ടാക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു, ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് അല്ലാഹു തആല തന്നതുണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നീ നിന്റെ ആഖിറം സമ്പാദിക്കുന്നു. അത് നന്മയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ആഖിറത്തിന് എന്തെങ്കിലും മെച്ചുണ്ടാക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താൻ നീ ശ്രമിക്കുക. അപ്പോ അല്ലാതെ ആളുകളുടെ മേലിട്ട് കയറാൻ വേണ്ടി നിന്റെ പണം ഉപയോഗിക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോ അവന്റെ മറുപടി, നിങ്ങളീ പറയുമ്പോൾ അത് തന്നത് ഇത് ഞാൻ എന്റെ വ്യക്തി കൊണ്ട്, എന്റെ കഴിവുകൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് യഥേഷ്ടം ചെലവഴിക്കാൻ എനിക്ക് യഥാർത്ഥത്തിലുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഭൂമിയിലൂടെ നടന്നു. അല്ലാഹു തആല ലോകത്ത് എന്നും എക്കാലത്തും ഇത്തരം ആളുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് മറ്റുള്ളവർക്കുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അവർക്ക് നാശം വരുത്തി വെക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകൾ അവരുടെ സമ്പാദ്യവും അധികാരവും പ്രതാപവും ഒന്നും യാതൊരു പ്രയോജനവും ചെയ്തില്ല എന്നുള്ളതാണ്. അവർ ചെയ്ത തിന്മകളുടെ പ്രതിഫലം, അവരുടെ അതിന്റെ അനന്തരഫലം അവരെ പിടികൂടുക തന്നെ ചെയ്തു, അവരനുഭവിക്കുകയും ചെയ്തു. വല്ലദീന വലമൂ മിൻ ഹാഉലായി, ഈ ജനത സമൂഹത്തോട്, ഖുറൈശി സമൂഹത്തെ അഭിസംബോധന ചെയ്തു പറയാണ്, ഈ കൂട്ടരിൽ നിന്ന് അക്രമം ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെ സയുസീബുഹും സയ്യാതു മാ കസബൂ വമാ ഹും ബിമുഅ്ജിസീൻ. അതായത് ഇവർ ചെയ്യുന്ന, ഇവരിൽ അക്രമികളായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരഫലം ഇവരെ പിടികൂടുക തന്നെ ചെയ്യും. മുൻഗാമികളായ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത്തരം ആളുകൾക്ക് സംഭവിച്ചതുപോലെയുള്ള അപജയങ്ങളും പതനങ്ങളും ഉണ്ടാവും. എന്നും എക്കാലത്തും ഇല്ലാത്തരം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത്തരം ആളുകൾക്ക് ഒരു താക്കീതായിട്ടാണ് ഈ ചരിത്ര സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എല്ലാ കാലഘട്ടത്തിലും ഭരണാധികാരികളും അതുപോലെ തന്നെയുള്ള ആളുകളുമൊക്കെ അവർക്ക് നിഅമത്ത് ലഭിച്ചാൽ, അനുഗ്രഹം ലഭിച്ചാൽ, അതുകൊണ്ട് അവരെ നാട്ടില് നീതിയും ന്യായവും നന്മയും ഉണ്ടാക്കുന്നതിന് പകരം ജനങ്ങളെ വിഭാഗീയമായി തിരിക്കുകയും ജനങ്ങളെ അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ പണ്ടുണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവർ വിജയിക്കുമെന്ന് അവർ വിചാരിക്കേണ്ടതില്ല. കാരണം അത് അവരെ ബാധിക്കാൻ പോവുകയാണ് എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. അതായത് വമാഹും ബിമുഅ്ജിസീൻ, അവർ അല്ലാഹുവിനെ തോൽപ്പിക്കാൻ കഴിവുള്ളവരൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഭരണം അല്ലാഹുവിന്റെ കയ്യിലാണ്. ഈ ഭൂമിയുടെയോ അല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കഷ്ണം സ്ഥലത്തിന്റെയോ അല്ല. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഭരണം, അതിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സുന്നത്ത് അനുസരിച്ചാണ്, ഒരു ചര്യ അനുസരിച്ചാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്മ ലഭ്യമായോ, അധികാരമോ സ്ഥാനമോ അല്ലെങ്കിൽ പണമോ അനുഗ്രഹമോ ഒക്കെ ലഭ്യമായ ആളുകൾ അതിനനുസരിച്ച് ഇത് ദൈവികമായി ലഭ്യമായ സംഗതിയാണ് എന്നും മനുഷ്യന്മാരോട് നീതിപൂർവ്വം പ്രവർത്തിക്കണമെന്നും മനസ്സിലാക്കി നന്ദിപൂർവ്വം പ്രവർത്തിച്ചാൽ അത് അവർക്ക് തന്നെ നന്മയുള്ളതാണ്. അല്ലെങ്കിലോ അത് അവരെ തന്നെ ബാധിക്കുന്നതാണ്. ചരിത്രത്തിൽ ഒരുപാട് ജനതകളും സമൂഹങ്ങളും ആളുകളും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യുമിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത വിഭവങ്ങൾ വിതരണം ചെയ്യുന്നത് അവന്റെ തീരുമാനപ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരമാണ്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് വിശാലമായി കൊടുക്കുന്നുണ്ട്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ചുരുക്കി കൊടുക്കുന്നുണ്ട്. തൂത്തിൽ മുൽക്കും തഞ്ചേഴ് മുൽക്കും മന്ത്രശ. അധികാരം അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും, അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആളുകൾക്ക് എടുത്തു മാറ്റുകയും ചെയ്യും. ഇതൊക്കെ ഈ മൊത്തം പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ ഏതവസ്ഥയിലും ഉറച്ചു നിൽക്കുക. എന്തെങ്കിലും നിഅമത്ത് അനുഗ്രഹം ലഭ്യമായാൽ അത് അല്ലാഹു തന്നതാണ് എന്ന ബോധത്തോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാവുക. എന്തെങ്കിലും ദുരിതം ബാധിച്ചാൽ, പ്രയാസം അനുഭവപ്പെട്ടാൽ, ഏത് ഭാഗത്തു നിന്നായാലും ശരി, അത് പ്രകൃതി ദുരന്തമാവാം, അതുപോലെ തന്നെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നാവാം, ഏത് തരത്തിലുള്ള പ്രയാസം അനുഭവപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി. അവന്റെ റോള് പൂർത്തീകരിക്കണം എന്ന ബോധത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സത്യദീനിന്റെ സാക്ഷികളായി വർത്തിക്കുകയും വേണം എന്നുള്ള സുബ്ഹാനഹു വ തആല. ഇത് വളരെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ മനുഷ്യന്മാർക്കും യഥാർത്ഥത്തിൽ അപ്രതികളായ, അതായത് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ അനിവാര്യമായ ചില സംഗതികളാണ് ഈ വക സംഗതികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി ഇത്തരം ആളുകളെ, ധർമ്മധിക്കാരം കാണിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് തിന്മകളും അതുപോലെ തന്നെ പാപങ്ങളും ഒക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹുവിന്റെ അടിമകളാണ്. അവരുടെ കാരുണ്യം പ്രവിശാലമാണ്. അതുകൊണ്ട് അവരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടാതെ അവരെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഏറ്റവും ഉത്തമമായ ശുഭവാർത്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതായത് സ്വന്തം ആത്മാവിനോട് വഞ്ചന കാണിച്ച, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോക ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് വിജയിക്കുന്നതിന് പകരം ഭൗതിക ജീവിതത്തിലെ താൽക്കാലികമായ സുഖഭോഗങ്ങളുടെ പിന്നാലെ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അക്രമം പ്രവർത്തിച്ചു പോയ ആളുകളുണ്ട്, പാപങ്ങൾ ചെയ്തു പോയ ആളുകളുണ്ട്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകുന്ന സംഗതിയാണ് പാപം. ആദമിന്റെ സന്താനങ്ങളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങുന്നവരാണ് എന്ന് പറയുന്നു. ഇസ്തിഗ്ഫാറും തൗബയുമാണ് യഥാർത്ഥത്തിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദിയല്ലദീന അസ്റഫൂ, എന്റെ അടിമകളോട് പറയാ, അതായത് അവർ നിരാശപ്പെടേണ്ടതില്ല. അതായത് ഇസ്റാഫ് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പാപത്തിൽ തന്നെ ഭയങ്കരമായിട്ട്
അതിര് കടന്ന ആളുകള് അവര് നിരാശപ്പെടേണ്ടതില്ല റഹ്മത്തില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച്. അത് ഏതറ്റം വരെയും അത് പ്രായോഗികമാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളിലൂടെ അദ്ദേഹം പ്രയോഗവൽക്കരിച്ച് കാണിച്ചു. ഒരു പ്രത്യേക സംഭവം എടുത്തു പറയാം. വഹ്ശി എന്നറിയും. അതായത് റസൂലിന്റെ പിതൃവ്യനായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിനെ ഉഹദിൽ വെച്ച് ചതിയിലൂടെ കൊലപ്പെടുത്തിയ ഒരാളാണ് വഹ്ശി. വഹ്ശി അതായത് അബൂജഹലിന്റെ ഭാര്യ എന്തിനു വേണ്ടിയാണ് ഈ വഹ്ശി കൊലപ്പെടുത്തുന്നത്? അതും യുദ്ധത്തിൽ നേർക്ക് നേരെയല്ല, വളരെ ആസൂത്രിതമായ ചതിയിലൂടെ കൊലപ്പെടുത്തിയിരുന്നു. വളരെ കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ചെവിയും കണ്ണും മൂക്കൊക്കെ അറുത്തെടുക്കുകയോ ചൂഴ്ന്നെടുക്കുകയോ ഒക്കെ ചെയ്ത് വളരെ വികൃതമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദരനെ ഇത്രയധികം മോശമായ നിലയിൽ, അപമാനിതമായ നിലയിൽ കൊല്ലപ്പെടുത്തുകയും എന്നിട്ട് അതൊക്കെ അവിടെ പാടിക്കൊണ്ട് നടക്കുകയും ചെയ്ത ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂരമാണ് അവരുടെ സ്വഭാവം. ഇൻഹ്യൂമൻ സാധാരണ പറയാം. അത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനം. വിജയത്തിന്റെ നാളുകളിൽ ആളുകൾക്ക് ഓരോരുത്തർക്ക് പുറത്തുകൊടുത്തപ്പോ ചില ആളുകളെ അള്ളാഹുന്റെ റസൂൽ ശിക്ഷിക്കണ്ടായി. കഠിനമായ തെറ്റ് ചെയ്തവരെ അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം ശിക്ഷിക്കണ്ടായി. വഹ്ശിയെ കൊന്നുകളയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാല് ഭൂമിയിൽ നിലവിലുള്ള ഏത് നിയമം അനുസരിച്ചും അത് നീതിപൂർവ്വം മാത്രമായിരുന്നു. പക്ഷേ അള്ളാഹുന്റെ റസൂല് ഒരല്പനേരം ആലോചിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, വഹ്ശിയോട് പറയും, അയാളുടെ എല്ലാ തരത്തിലുള്ള തോന്നിയാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഏകനായ അള്ളാഹുവിലേക്ക് മടങ്ങി ദീനുൽ ഇസ്ലാമിലേക്ക് വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വീകരിക്കുമെന്ന് പറയാം. അങ്ങനെ ഒരു പ്രതിനിധി വഹ്ശിയെടുത്ത് പോവാണ്. വഹ്ശിയെടുത്ത് ചെന്നിട്ട് ഈ പ്രതിനിധി പറയാണ്, റസൂൽ അയച്ച ആളാണ് ഞാൻ, നിന്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ദീനുൽ ഇസ്ലാമിലേക്ക് മടങ്ങിയാൽ നിനക്ക് രക്ഷയുണ്ട്. വഹ്ശി തീർച്ചയായും ഞെട്ടിപ്പോയി. ഇത്തരം ക്രൂരമായ ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ചെയ്ത എന്നോട് ദീനുൽ ഇസ്ലാമിലേക്ക് ചെല്ലാൻ പ്രവാചകൻ ക്ഷണിക്കുക എന്ന് ഞെട്ടിപ്പോയി. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മുഹമ്മദിന്റെ ദീനനുസരിച്ച് കൊലപാതകവും അതുപോലെ തന്നെ വിഭചാരവും അതുപോലെയുള്ള സംഗതികൾ, വിഗ്രഹാരാധനയും ചെയ്യുന്ന ആളുകളെ ഒരിക്കലും രക്ഷപ്പെടാത്ത നരകത്തിലേക്ക് എടുത്തെറിയണം എന്നതാണ് ഖുർആനിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു വിഗ്രഹാരാധകനായിരുന്നു. വളരെ ക്രൂരമായ കൊലപാതകം ഞാൻ ചെയ്തിരുന്നു. അതുപോലെ ഞാനൊരു പച്ചയായ വിഗ്രഹാനിയുമായിരുന്നു. ഈ ഇത്രയും കൃത്യങ്ങൾ ചെയ്ത എനിക്ക് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു വഴി, രക്ഷയുള്ള വഴിയുണ്ടോ? അത് ഉറപ്പ് കിട്ടാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അനുസരിക്കുക എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഉടനെ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇക്കാര്യപരമായ മറുപടിയാണ് യഥാർത്ഥം. എല്ലാ തോന്നിയാസവും കാണിച്ച് രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത ആളാണ്, എനിക്ക് എങ്ങനെയാണ് മുഹമ്മദ് ദീനുൽ ഇസ്ലാമിൽ എന്നെ പ്രവേശിപ്പിക്കുക എന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുള്ള രീതി പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ വകാനല്ലാഹു ഗഫൂറർ റഹീമ എന്ന ആയത്തോട് പോയി ഓതുന്നതാണ്. ഇതെല്ലാം ചെയ്താലും തൗബ ചെയ്ത് മടങ്ങുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പഴയകാല തെറ്റുകളെല്ലാം നന്മകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുന്നതാണ്. അവൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനും പൊറുക്കുന്നവനുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അവിടെ ചെന്ന് പറഞ്ഞപ്പോ ഇത് ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ ഉപാധി, ഈ ഷർത്ത് എനിക്ക് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ദീനുൽ ഇസ്ലാം സ്വീകരിക്കൂല എന്നാണ് അയാളുടെ മറുപടി. വീണ്ടും ധിക്കാരപരമായ മറുപടി. അയാൾ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ മഹാപ്രവാചകൻ, കാരുണ്യത്തിന്റെ മഹാപ്രവാചകൻ, അല്ലാഹുവിന്റെ കരുണയുടെ ഭൂമിയിൽ ക്ഷണിക്കുന്ന മാതൃകയായ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കൊഴിച്ച് ബാക്കിയുള്ള എല്ലാം അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അതുകൊണ്ട് വഹ്ശി, നീ അത് ഒഴിവാക്കിയിട്ട് ദീനുൽ ഇസ്ലാമിലേക്ക് വരിക. ഇത് ചെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, അതിലും ഇല്ല മാഷാ ലിമൻ ഷാ ലിമൻ യശാ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശം പോലെയാണ് അതിലൊരു ഉറപ്പ് കിടക്കേണ്ടത്. അതായത് പൂർണ്ണമായ ഒരു ഉറപ്പ് അതിനകത്ത് തരുന്നില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ മാത്രം, അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ലേ എന്ന് എനിക്കിങ്ങനെ പറയാൻ കഴിയാ. അതുകൊണ്ട് എനിക്ക് ദീനുൽ ഇസ്ലാമിൽ വരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ
അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകൻ പറഞ്ഞു, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ ഭൂമി കണ്ട, പ്രപഞ്ചം കണ്ട ഏറ്റവും കാരുണ്യവാനായ ഒരു പ്രവാചകന്റെ, മഹാകാരുണ്യവാനായ രക്ഷിതാവിന്റെ കാരുണ്യവാനായ പ്രവാചകന്റെ അവസാന വാക്കുകൾ വരികയാണ്, കരുണയുടെ വാക്കുകൾ. എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അനുഗ്രഹത്തെ കുറിച്ച് നിരാശനാവേണ്ടതില്ല. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതുകൊണ്ട് മടങ്ങി വന്നേക്കൂ എന്ന് പറഞ്ഞപ്പോ വഹ്ശിക്ക് യാതൊരു ചാൻസും ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം വന്നു എന്നുള്ളതാണ്. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ, ആ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യന് അഹങ്കാരികളായ ഭരണാധികാരികളും തോന്നിയാസികളായ നേതാക്കളും അതുപോലെ ധിക്കാരികളായ ധൂർത്തന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും പണക്കാരും ഒക്കെ ഉള്ള സമൂഹത്തോട് പറയാൻ, നിങ്ങൾ എന്ത് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഉത്തമമാകും, വിജയപ്രദമാകുമെന്നുള്ള ഈ കാരുണ്യത്തിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളിൽ അർപ്പിതമായിട്ടുള്ളത്. ഇത് യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. അതിന് അതേ രീതിയിൽ പ്രവർത്തിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء أوصيكم وإياي ثانيا. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണം. എന്നോടെന്ന പോലെ നിങ്ങളോട് നടത്തുകയാണ് വസിയത്ത് ചെയ്യുക. മനുഷ്യന് അനുഗ്രഹവും നന്മയും വരുമ്പോൾ ആരും ധരിച്ചു പോകേണ്ടതില്ല, അത് അവന്റെ മിടുക്കുകൊണ്ട് ലഭ്യമായതാണ്. പ്രയാസങ്ങളും ദുരിതവും വരുമ്പോൾ നിരാശയുടെ പടികുണിയിൽ വീണിട്ട് ഞാനിനി രക്ഷപ്പെടില്ല എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. എപ്പോഴും ഒരു ബാലൻസ്ഡ് മൈൻഡ്, ഒരു സെൽഫ് കോൺഫിഡന്റ് ആയ, ഒരു ആത്മവിശ്വാസമുള്ള മനസ്സ്, അത് ഏത് രീതിയിൽ കീപ്പ് ചെയ്യണമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞില്ല. അല്ലാഹുവാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. മനുഷ്യ മനസ്സിന്റെ ദൗർബല്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന് നന്നായിട്ട്, പിശാചിന്റെ പ്രലോഭനങ്ങളെ കുറിച്ചറിയാം, മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകുന്ന അവന്റെ കഴിവുകളെ കുറിച്ചും സൃഷ്ടാവില്ല. അതുകൊണ്ട് ഏത് സമയവും തൗബയുടെ വാതിൽ തുറന്ന് സത്യവിശ്വാസികളെ അതിലേക്ക് നയിക്കാൻ തയ്യാറായിരിക്കുന്നു. അവസാനം തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. തൂബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക, എന്നിട്ട് ലഅല്ലകും തുഫ്ലിഹൂൻ, അങ്ങനെയായാൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സംഗതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു റോളുണ്ട്. ഒരു നന്മ ലഭിച്ചാൽ, ഒരു തിന്മ ലഭിച്ചാൽ, ഒരു ദുരിതം ബാധിച്ചാൽ, എന്ത് സംഗതിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റോളുണ്ട്. നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടുന്നതാണ് അൽഹംദുലില്ലാഹ് നന്ദി കാണിക്കുക. നമുക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതാണെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നിട്ട് ക്ഷമ പാലിക്കുകയും അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആവർത്തിച്ച് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഖുർആനും ഹദീസും ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറൻ വയസിദുകും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തികും വലാ തതവല്ലൂ മുജ്രിമീൻ. നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുക. പശ്ചാത്താപവും തൗബയുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുക. എന്നാൽ നിങ്ങളുടെ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചേരും.
ആകാശത്തെ മഴയായി തന്നെ വർഷിക്കും. വളരെ കഠിനമായ ചൂടിന്റെ പര്യവസാനത്തിൽ മഴ പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മൾ. അനുഗ്രഹത്തിന്റെ മഴയാവണമെന്നാണ്. മഴ പലപ്പോഴും നാശം ഉണ്ടാകാറുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചവരെ മഴ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. മഴയും വെള്ളപ്പൊക്കവും കെടുതികളും ഒക്കെ ഉണ്ടാവണം. മഴക്കാലത്ത് പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി, അതായത് അത് ഈമാന്റെ ഭാഗമാണ്. പരിസര ശുദ്ധീകരണം വളരെ അനിവാര്യമാണ്. വീട്ടിന്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഈ വേസ്റ്റൊക്കെ വാരിയിട്ടിട്ട് വൃത്തിഹീനമാക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു. ആധുനിക ഹെൽത്ത് സയൻസ് പറയുന്നതിനേക്കാൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുള്ളോ ഒരു ചീത്ത സാധനമോ വഴിയിൽ നിന്നും മാറ്റിക്കളയുന്നത് ഈമാന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ വൃത്തിയുടെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കും. ശരീരം ശുദ്ധിയാക്കണം, വസ്ത്രം ശുദ്ധിയാക്കണം, അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയായിരിക്കണം, പാത്രം ശുദ്ധിയാക്കണം. ഭക്ഷണം കഴിച്ചാൽ പാത്രം പെട്ടെന്ന് തന്നെ കഴുകി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എച്ചിലും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉപേക്ഷിച്ചത്. അങ്ങനെ കപ്പിനകത്ത് അവിടെ ഇട്ട് അടുക്കളയിൽ കയറിയ നാശം, ബാത്റൂമിൽ കയറിയാൽ വൃത്തികെട്ട മണം, ഇതൊന്നും വരാൻ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ ശാസ്ത്രം അത് വളരെ ഗൗരവത്തിൽ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെ ആരാധനയുടെ ഭാഗമായി തന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ മഴക്കാലം വരുമ്പോൾ നമ്മുടെ പരിസരമൊക്കെ ശുദ്ധീകരിച്ചു. കാരണം ഈ വേനൽക്കാലത്ത് പലപ്പോഴും നല്ല വെയിലടിക്കുമ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നശിച്ചുപോകാൻ സാധ്യതയുള്ള പല രോഗാണുക്കളും മഴക്കാലം വരുമ്പോൾ കൂടുതൽ ശക്തമായി ആക്രമിക്കാൻ സാധ്യത. പലതരം പനികളുണ്ടാകും, പലതരം രോഗങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മുടെ തന്നെ പ്രവർത്തനത്തിന്റെ അനന്തരഫലമായി നമുക്ക് വരുന്ന ആപത്തുകളായി മാറലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരിസരം ശുദ്ധീകരിക്കുന്നത് ഈ സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസത്തിന്റെ വീതി വിട്ട് പെരുമാറാതിരിക്കണം. ഈ അവസാനിക്കാൻ പോവുകയാണ്, മെയ് അവസാനിക്കാൻ പോവുകയാണ്. വിവാഹങ്ങളുടെ ഘോഷയാത്ര ഏതാണ്ട് അവസാനിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഇനിയും ജൂണിന് മുമ്പ് വിവാഹങ്ങളുണ്ട്. വിവാഹം നടത്തുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിവിന്റെ പരമാവധി ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതൃകയിൽ സത്യവിശ്വാസികളുടെ വിവാഹവും അനന്തര നടപടികളും ചെയ്ത് മാതൃക കാണിക്കണം. കാരണം അതിന്റെ അനന്തരഫലം ഒരു ഭയങ്കര ഗംഭീരമായ വിവാഹങ്ങൾ നടത്തി ആഘോഷിച്ച് റെഡിയാക്കി അത് കഴിഞ്ഞിട്ടായിരിക്കും നേരെ വീട്ടിലെത്തുമ്പോൾ ഒരു നല്ലൊരു അസുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അനന്തരഫലം നമ്മൾ അറിയാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കോലത്തിൽ നമ്മളെ അനുഭവിപ്പിച്ചു കഴിയുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള യാത്രയിൽ അവന്റെ പ്രവാചകൻ കാണിച്ച മാതൃകയിലൂടെ ജീവിക്കുക എന്നതാണ്. അപ്പോ മഴക്കാലം വരുന്നു. നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള എല്ലാ പ്രിക്കോഷൻസും മുൻകരുതലുകൾ എടുക്കുകയും അല്ലാഹുവിന്റെ സഹായം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴ വർഷിപ്പിക്കണേ, അത് നാട്ടിൽ ഹൈറും ബർക്കത്തും ഉണ്ടാക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ സത്യവിശ്വാസത്തിന്റെ വീതി ശക്തമായി നിലകൊണ്ട് ദുനിയാവിലെ സത്യവിശ്വാസത്തെ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുത്ത് ആശ്വാസം നൽകുന്ന ഒരു കൂട്ടരിൽ പെടണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم لا نبوك ورحمة ورحمة عليهم بقية صحابة رسول الله أجمعين. കാരുണ്യവാനായ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യസന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാലും മുഴുവൻ സത്യവിശ്വാസം നിൽക്കുന്ന മാതാപിതാക്കളെ അകലങ്ങളിലൂടെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ജീവിതം അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചേക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥാൻ ഞങ്ങളുടെ ജീവിതം ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഈ വേനലിന്റെ ചൂടിന് ശേഷം ഞങ്ങൾക്ക് മഴ കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു അത് ഖൈറിന്റെ ബർക്കത്തിന്റെ മഴയാക്കി മാറ്റണേ തമ്പുരാനെ. അതിലുള്ള എല്ലാ ആപത്തുകളും നീ തടഞ്ഞുകളാണ് തമ്പുരാനെ. എപ്പോഴും നിന്നെ സ്മരിക്കാനും നിന്നോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് അനുഗ്രഹിക്കണേ തമ്പുരാനെ. നന്മയിൽ നന്ദി
സമാധാനിക്കാനും പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ഈ ദുനിയാവിൽ ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സക്രാത്തിന്റെ വേദനകൾ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ തമ്പുരാനെ. എല്ലാവരും കബറടങ്ങൾ പ്രവിശാലമാക്കി തരണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ ദുആ തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل مكان يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.